Now we're going to pass by it in a moment, but before we do that, I think you can see that we're about to climb, and as we begin to climb, അപ്പം ഞങ്ങളിങ്ങനെ പോവുകയാണ് ക്ലിഫ് ഓഫ് മൊഹർ എന്നുള്ളത് കാണാൻ. അപ്പോൾ അതിൽ ഒരു വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ എത്തുകയും ചെയ്യാം, ടൈം കുറച്ച് ലാഭിക്കാൻ പറ്റും. അല്ലെങ്കിൽ നടന്നു കയറണം അതിൻ്റെ മുകളിലേക്ക്, അങ്ങനെയാണ്. അപ്പം ഞങ്ങൾ ആ വണ്ടിയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇത് വായിക്കുന്നുണ്ട് അവർ. അതിൻ്റെ മുകളിലേക്കാണ് പോകേണ്ടത്. അത് ഇങ്ങനെ യു ടേൺ ആയിട്ടുള്ള വണ്ടിയാണ്. മറ്റേ ഇതാണ് ക്ലിഫ് ഓഫ് മൊഹർ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ വൈറ്റ് കളറൊന്നുമില്ല. ക്ലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് കളറൊന്നും വേണമെന്നില്ല. ചെറിയൊരു കയറ്റാണ്, പക്ഷെ എന്നാലും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇത് കഴിഞ്ഞാൽ നല്ല കയറ്റാണ്. നല്ല നല്ല കയറ്റത്തിൽ തന്നെയാണ് പോണത്. നല്ല കയറ്റത്തിലേക്കാണ് പോകുന്നത്, കണ്ടില്ലേ? അതിലേ സ്റ്റെപ്പ് ഉണ്ട്, പക്ഷെ എന്നാലും നല്ല വ്യൂ ആണ് കേട്ടോ, അടിപൊളി. ഓ മൈ ഗോഡ്, സുഖമായി, നല്ല രസമായി. ആ സ്റ്റെപ്പ് കയറി വരുമ്പോഴേക്കും തിരിച്ചു വേണമെങ്കിൽ ഇറങ്ങി പോകുമ്പോൾ അങ്ങനെ നടന്നു പോവാം അല്ലേ. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. എനിക്ക് ചെവിയിൽ പഞ്ഞൊന്ന് വേണം. ഇതാണ് ക്ലിഫ് ഓഫ് മൊഹർ എന്ന് പറഞ്ഞത്. ഈ ക്ലിഫ്, ഈ മലയുടെ ചുവട് ഭാഗം കണ്ടോ? ഇവിടെ ഈ സമുദ്രത്തിന് തൊട്ട് തന്നെ മല. ഈ മലയിൽ മല കുത്തനെയുള്ളൊരു മലയാണ്. ഇന്ന് നല്ല ക്ലൈമറ്റാണ്, അത് കാരണം കൊണ്ട് വലിയ പ്രശ്നമില്ല. വെയിലും കുറച്ച് മഴക്കാറുമായിട്ടുള്ള നല്ല ക്ലൈമറ്റാണ്, അത് കാരണം വളരെ ഭംഗിയായിട്ടുണ്ട്. ക്ലിഫ് ഓഫ് മൊഹർ ഇത്രയും വലിയൊരു സ്ഥലമാണ് ക്ലിഫ് ഓഫ് മൊഹർ എന്ന് പറഞ്ഞത്. വലിയ പുൽമൈതാനങ്ങൾ മാതിരി അങ്ങനെയുള്ള മെഡോസാണ്. മുട്ടക്കുന്നുകൾ എന്ന് പറയാൻ പറ്റില്ല, പുൽമേടുകളാണ് മുഴുവൻ, പുൽമേടുകൾ. അത് നല്ലൊരു ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരു ടവറുണ്ട്. ഈ ടവറിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ഈ സമുദ്രവും ചുറ്റോട് ചുറ്റുള്ള ഇതൊക്കെ വളരെ ഭംഗിയായിട്ട് കാണാം. അതിലേക്ക് എൻട്രി ഉണ്ട് ഈ ടവറിലേക്ക്. സോ ഇത് അറ്റ്ലാന്റിക് ഓഷനാണ്. ഞാൻ ആദ്യം പസഫിക് ഓഷൻ എന്നാണ് പറഞ്ഞത്, തെറ്റാണ്. അറ്റ്ലാന്റിക് ഓഷനാണത്, അറ്റ്ലാന്റിക് ഓഷൻ. അങ്ങനെ പരന്ന് കിടക്കുകയാണ് ഈ അറ്റ്ലാന്റിക് ഓഷൻ. ഇതാണ് ക്ലിഫ് ഓഫ് മൊഹർ. അറ്റ്ലാന്റിക് ഓഷൻ. ഇവിടെ എന്തൊക്കെയോ കഥകളുണ്ട്. നമ്മുടെ ഗൈഡ് എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട്. ഒരു സാഡ് സ്റ്റോറി ഉണ്ട്, ഒരു നല്ല സ്റ്റോറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അങ്ങേര്. ഇതാണ് ക്ലിഫ് ഓഫ് മൊഹർ എന്ന് പറഞ്ഞത്. ഇത്
ഇതിൽ കണ്ടോ, ഇത് ചുണ്ണാമ്പ് കല്ലാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഈ കല്ലിൻ്റെ മുകളിൽ ചുണ്ണാമ്പ് കല്ലാണ്. സമുദ്രത്തിൽ തള്ളി നിൽക്കുന്ന ഒരു പാറക്കെട്ടുകളാണത്. അത് ചുണ്ണാമ്പ് കല്ലുകൊണ്ട് നിറഞ്ഞതാണ്. അതാണ് ഈ ക്ലിഫ് ഓഫ് മൊഹർ എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ സൂമിങ് വീഡിയോ കാണിച്ചു തരാം. അറ്റ്ലാന്റിക് ഓഷ്യൻ, നല്ല തണുപ്പുണ്ട്. ഒരു 10 ഡിഗ്രിയൊക്കെയാണ് തണുപ്പ് ഇപ്പോൾ. നല്ല കാറ്റുമുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഗാൾവേയ്ക്ക് അടുത്താണ്. അതായത് നോർത്തേൺ അയർലൻഡ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൽ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ സംഭവം. ഇതിൻ്റെ അടുത്താണ് ഗാൾവേ. Can you sing one more song? Thank you very much. Thank you. ഇതാണ് ചുറ്റോട് ചുറ്റുള്ള ഇവിടെ നിന്നുള്ള ദൂരക്കാഴ്ചകളിലേക്ക്. ഈ ക്ലിഫ് ഓഫ് മൊഹറിൻ്റെ ഈ കുന്നിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ദൂരക്കാഴ്ചയാണ്. അനന്തമായിട്ടുള്ള വിശാലതയിലേക്ക് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പ്രകൃതി എത്ര ഭംഗിയുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാവും. ആൾക്കാർ കാശൊക്കെ ഇട്ടിട്ട് പോകുന്നുണ്ട്. സംഗീതം എങ്ങനെ വേണമെങ്കിൽ ആകാം. അവിടെ കാശിടുന്നുണ്ട് ആൾക്കാർ. ക്ലിഫ് ഓഫ് മൊഹറിലാണ്. ക്ലിഫ് ഓഫ് മൊഹറിൽ നിന്ന് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്.